ഞങ്ങൾ മലപ്പുറത്തുകാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വിഭവമാണ് നാടൻ കോഴിയും തേങ്ങാച്ചോറും. അതിന് തേങ്ങാച്ചോറ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. 1 കിലോ അരി എടുത്തിട്ടുണ്ട്. അത് കഴുകി വൃത്തിയാക്കി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് 20 ചുവന്നുള്ളി, 1 തേങ്ങ, 2 ടീസ്പൂൺ ഉലുവ, 1 ടീസ്പൂൺ വലിയ ജീരകവും എടുത്തിട്ടുണ്ട്. അത് അതിലേക്ക് ഇട്ട് പാകത്തിന് ഉപ്പും കൂടെ ഇട്ട് തിരുമ്മി നന്നായി മിക്സാക്കി അതിലേക്ക് പാകത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കണം. ഇത് അടുപ്പത്ത് വെച്ച് വേവിക്കാം. ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. നല്ല ഡ്രൈ ആയി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടിപൊളി തേങ്ങാച്ചോറ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട നാടൻ കോഴിക്കറിയും ഉണ്ടാക്കാം. അതിന് വേണ്ടി ഞാൻ 3 സവാള, 2 തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളിയും കൂടെ എടുത്തിട്ടുണ്ട്. ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് സവാള അരിഞ്ഞതും ഇട്ടെടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. 3 പച്ചമുളകും കൂടെ ഇട്ടെടുത്തിട്ടുണ്ട്. 2 തക്കാളി, അതും കൂടെ നന്നായി വഴറ്റിയെടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ പേസ്റ്റ് ആക്കിയതും കൂടെ ഇട്ടെടുത്തിട്ടുണ്ട്. പിന്നെ ചിക്കനും കൂടെ ഇട്ടെടുത്ത് ഒന്ന് മിക്സാക്കി എടുക്കാം. 3 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 4 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ ചിക്കൻ മസാല, 1 ടീസ്പൂൺ ഗരം മസാല, ഉപ്പും കൂടെ മിക്സാക്കുക. ഇനി 2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായി ഒന്ന് മിക്സാക്കിയിട്ട് മൂടിയിട്ട് അടുപ്പത്ത് വെച്ച് വേവിക്കുക. ഇതൊരു 8 വിസിലാവോളം വേവിച്ചെടുക്കണം. നാടൻ കോഴി അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വേവുണ്ടാവും. അപ്പോൾ നമ്മൾ തേങ്ങാച്ചോറും കോഴിക്കറിയും റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എന്നാൽ ശരി, ഓക്കേ.